സോ മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലത്തെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു റിസർച്ച് പ്രോസസ്സിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പാണ് ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അതായത് ഏത് ഭാഗത്താണ് നമ്മൾ റീസെർച്ച് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ചർ എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യുകയും അതിനുശേഷം അത് നല്ല രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യുകയും വേണം. അതായത് നമുക്കറിയാം, ഈ റിസർച്ച് പ്രോബ്ലം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു ആൻസർ കിട്ടുമെന്നും അതെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുമെന്നൊക്കെ. ഒരു മെഡിക്കൽ ഡോക്ടർ റിസർച്ചർ മസ്റ്റ് എക്സാമിൻ ഓൾ സിംറ്റംസ് presented to him or observed by him കൺസേണിങ് എ പ്രോബ്ലം ബിഫോർ ഹി ക്യാൻ ഡയഗ്നോസ് കറക്റ്റ്ലി. അതായത് നമുക്കൊരു ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ ഒരു മരുന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ ഒരു രോഗിയുടെ എല്ലാ തരത്തിലുള്ള സിംറ്റംസും എല്ലാം അനലൈസ് ചെയ്ത് എക്സാമിൻ ചെയ്ത ശേഷമാണല്ലോ അയാൾ അത് ചെയ്യുക. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, റിസർച്ചറിന് എങ്ങനെയാണ് ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചറിൻ്റെ എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ നീഡ്സ് ആവാം, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചറൽ നീഡ്സ്, അതുപോലെ പീപ്പിൾസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വേരിയസ് സബ് സിസ്റ്റംസ് ഓഫ് സൊസൈറ്റി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫോം റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള തരത്തിലായിരിക്കാം റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റിസർച്ച് പ്രോബ്ലം എന്നാണ് പറയുന്നത്. സോ സം ഡിഫിക്കൽട്ടി, റിസർച്ചർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പലതരത്തിലുള്ള തിയററ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ്. സോ അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് രജനി കോത്താരി 2004 അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, അതിന് ഒറിജിനാലിറ്റി ഉണ്ടാവണം, ഫീസിബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ 3 ഫീച്ചേഴ്സാണ് ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്, ദർ മസ്റ്റ് ബി ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് വിച്ച് ഹാസ് സം ഡിഫിക്കൽട്ടി ഓർ ദ പ്രോബ്ലം, ദർ മസ്റ്റ് ബി സം ഒബ്ജക്റ്റീവ്സ് ബി. അതായത് ഓരോ ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു പ്രോബ്ലത്തിൻ്റെ ഡിഫിക്കൽട്ടി ഒക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നുള്ളൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. അത് ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ എന്തൊക്കെ ആക്ഷൻസ് അതിനെതിരെ എടുക്കണം, ആ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മൾ അറ്റൈൻ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വേണം. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു റിസർച്ചർ ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് സൊല്യൂഷൻ ടു ദാറ്റ് ഗിവൺ പ്രോബ്ലം. അയാൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആ പ്രോബ്ലത്തിന് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഇതിലൂടെ അയാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എങ്ങനെയാണ് ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ദ റിസർച്ച് പ്രോബ്ലം അണ്ടർടേക്കൺ ഫോർ സ്റ്റഡി മസ്റ്റ് ബി കെയർഫുള്ളി സെലക്റ്റഡ്. The task is difficult one, although it may not appear to be so. Help may be taken from research guide in this connection. So every researcher must find out his own salvation, for research problems cannot be borrowed. അതായത് ഓൺ സാൽവേഷൻ നിന്നാണ് ഓരോ പ്രോബ്ലംസ് എടുക്കേണ്ടത്, ബോറോ ചെയ്തിട്ടല്ല, അവിടെ നിന്ന് ഇവിടുന്ന് കണ്ടെടുത്തിട്ടുള്ള രീതിയിൽ ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, വി ഹാവ് ടു സീ അവർ സെൽസ് ടു എനേബിൾ ഹിം ടു പ്രിസ്ക്രൈബ് ഫോർ ദി റൈറ്റ് നമ്പർ ഓഫ് ക്യൂപ്പറിംഗ് വിത്ത് ഹിം. റിസർച്ച് ഗൈഡീസ് കനോട്ട് ബി മോസ്റ്റ് ഓൺലി ഹെൽപ്പ് എ റിസർച്ചർ ചൂസ് എ സബ്ജക്ട്. അതായത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ചർ അല്ലെങ്കിൽ റിസർച്ച് ഗൈഡ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ഈ ഗൈഡ് ഒരിക്കലും റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കാനൊന്നും ഹെൽപ്പ് ചെയ്യില്ല. നമ്മളൊരു സബ്ജക്റ്റുമായിട്ട് പോകുമ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നല്ലാതെ ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ നെസസിറ്റി ഓഫ് ഡിഫൈനിങ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത സമയത്ത് ആ പ്രോബ്ലം എന്ന് പറയുന്നത് പകുതി കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് അതിൽ കണ്ടുപിടിക്കേണ്ടത്. ദ സ്റ്റേറ്റ്മെന്റ് സിഗ്നിഫൈസ് ദ നീഡ് ഫോർ ഡിഫൈനിങ് ദ റിസർച്ച് പ്രോബ്ലം. ദ പ്രോബ്ലം ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് മസ്റ്റ് ബി ഡിഫൈൻഡ് ambiguously for that will help to discriminate relevant data from the irrelevant ones എന്നുള്ള രീതിയിലാണ്. What data is to be collected, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, what characteristics of data are relevant and need to be studied എന്ന് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ടെക്നിക്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിഫൈനിങ് എ പ്രോബ്ലം. പലതരത്തിലുള്ള ടെക്നിക്സ് ഉണ്ടാവും ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിഫൈനിങ് എ റിസർച്ച് പ്രോബ്ലം പ്രോപ്പർലി ആൻഡ് ക്ലിയർലി ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് റിസർച്ച് സ്റ്റഡി. ഒരു റിസർച്ച് സ്റ്റഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടും ക്ലിയർ ആയിട്ടും ക്രൂഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. സോ
Practice this frequently overlooked the causes of lots of problem later. The research problem should be defined in a systematic manner. ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് എന്ത് ചെയ്യുന്നുണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ടെക്നിക് ഫോർ ദി പർപ്പസ് ഇൻവോൾവ്ഡ് ഇൻ അണ്ടർടേക്കിംഗ് ഫോളോവിങ് സ്റ്റെപ്സ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ഇൻ ജനറൽ വേ. ഒരു ജനറൽ വേയിൽ ആ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ കണ്ടുപിടിക്കുക, അതിനുശേഷം ലിറ്ററേച്ചർ കണ്ടുപിടിക്കുക, അതിനുശേഷം പലതരത്തിലുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സർവേയിങ് ദ അവൈലബിൾ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ്. സോ all available literature concerning the problem at hand must necessarily be surveyed and examined before definition of this research problem is given. So ഒരു റിസർച്ച് എന്ന് പറയുന്നത് വെൽ കോൺവേഴ്സൻറ്റ് ആൻഡ് റിലവൻറ്റ് തിയറീസ് ഇൻ ദി ഫീൽഡ്, അതായത് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, അതുപോലെ റെക്കോർഡ്സുകൾ, അതുപോലെ ഓൾ അതർ റെലവൻറ്റ് ലിറ്ററേച്ചേഴ്സ് ഒക്കെ തന്നെ വായിക്കുകയും ഇതിൽ നിന്നും സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ റിസർച്ചിലേക്ക് അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം. സോ ദിസ് ഈസ് ഡൺ ഫൈൻഡ് ഔട്ട് വാട്ട് ഡാറ്റ ആൻഡ് അനദർ മെറ്റീരിയൽസ് ഇഫ് അനദർ അവൈലബിൾ ഫോർ ഓപ്പറേഷണൽ പർപ്പസ്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോവിങ് വാട്ട് ഡാറ്റ ഈസ് അവൈലബിൾ ഓഫൻ സെർവ്സ് ടു ദ നാരോ ദ പ്രോബ്ലം ഇറ്റ് സെൽഫ് ഓൾസ് ആസ് വെൽ ആസ് ദ ടെക്നിക് ദാറ്റ് മൈറ്റ് ബി യൂസ്ഡ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഡെവലപ്പിംഗ് ഐഡിയാസ് ത്രൂ ഡിസ്കഷൻ. നമുക്കറിയാം എന്തൊക്കെ തരത്തിലാണ് ഡിസ്കഷൻസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഐഡിയ എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ പലർക്കും പല പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാത്ത കുറേ പോയിന്റ്സ് അതിലൂടെ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റീഫ്രേസിങ് ദ റിസർച്ച് പ്രോബ്ലം. ഏറ്റവും അവസാനം റിസർച്ചർ എന്ന് പറയുന്നത് ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഒരു വർക്കിംഗ് പൊസിഷനിലേക്ക് എത്തിക്കണം. നേച്ചറൊക്കെ കണ്ടുപിടിച്ച് മൊത്തത്തിൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഏത് എൻവയോൺമെൻറ്റിലാണ് അത് സ്റ്റഡി ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഡിസ്കഷൻസിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് അവൈലബിൾ ലിറ്ററേച്ചർ വെച്ചിട്ട് സർവേഡ് ആൻഡ് എക്സാമിൻഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി സോഴ്സസ് ഓഫ് ഡാറ്റയെ കുറിച്ചിട്ട് പറയാറുണ്ട്. ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സ്. ആർ ഒറിജിനൽ sources from which our researcher directly collects data and that have not previously collected. അതായത് റിസർച്ചർ എന്ന് പറയുന്നത് ഡയറക്ട്ലി കളക്ട് ചെയ്യേണ്ട ഒരു ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. മുൻപ് ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ് ആണ് പ്രൈമറി ഡാറ്റയിൽ വരുന്നത്. ഇൻ്റർവ്യൂ ചെയ്യുക, മെയിലിംഗ് ചെയ്യുക, ഒബ്സർവേഷൻസ്, ഇതൊക്കെ അതിനകത്ത് പെടുന്നുണ്ട്. സോ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? റീഡ്ലി അവൈലബിൾ, അതായത് മറ്റ് ആളുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ആനുവൽ റിപ്പോർട്ട്സ്, സെൻസസ് റിപ്പോർട്ട്സ്, അതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡാറ്റയുടെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു എനി സിംഗിൾ പേഴ്സൻ്റെ ഒപ്പീനിയൻ ആയിരിക്കാം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഒപ്പീനിയൻ ഓർ ഇറ്റ് ക്യാൻ ബി ഡിപ്പെൻഡ് അപ്പോൺ റിസർച്ചർ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് റിസർച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ് സബ്ജക്റ്റീവ്. അതായത് എന്ത് സബ്ജക്റ്റാണോ വേണ്ടത് റിസർച്ചറിന് അത് റിലേറ്റ് ചെയ്തിട്ട് ഒപ്പീനിയൻ വരുന്നതിനെയാണ് സബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് വിത്തൗട്ട് മെയ്ഡ് അസൈനിങ് ന്യൂമറിക് വാല്യൂസ്, അതായത് ഫാക്ട് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുക, അതായത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അതായത് റിസർച്ചേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ്, നമ്പറൊക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ്. അതായത് ഇറ്റ് ഈസ് ഓൾറെഡി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ ലാർജർ നമ്പർ ഓഫ് സാമ്പിൾസ് ഒക്കെ റീക്യൂർ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒന്നാണ്. ഇപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ ഒക്കെ അതിന് വരുന്നതാണ്. ഇനി ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അതായത് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്പെസിഫിക്കലും ഈക്വലും ആയിട്ടുള്ള ഒരു സ്പേസ്ഡ് ടൈമിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ കൊടുക്കുന്നതാണ് ടൈം സീരീസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഒരു ഗുഡ് എക്സാമ്പിൾ ഓഫ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഡെയിലിയോ വീക്ക്ലിയോ ഒക്കെ തന്നെ പോവാണ്. ഒരു പ്രൈസ് ഓഫ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു 13 വീക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി പോയിട്ട് എടുക്കുന്നതിനെയാണ് ടൈം സീരീസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എ റിസർച്ച് ക്യാൻ ബിഗിൻ ഓൺലി വിത്ത് എ വെൽ ഫോർമുലേറ്റഡ് ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എ പ്രപ്പോസിഷൻ വിച്ച് ക്യാൻ ബി പുട്ട് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ഇറ്റ്സ് വാലിഡിറ്റി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേപ്പബിൾ ഓഫ് ബീയിങ് ടെസ്റ്റഡ് ആൻഡ് ദെർബൈ വെരിഫൈഡ് ഓർ റിജക്റ്റഡ്.
അതായത് നമുക്കറിയാം ഒരു എലമെൻ്ററി സ്റ്റേജ് ആണ് റിസർച്ചിനെ സംബന്ധിച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ടോട്ടലായിട്ട് നമ്മൾ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗസ്സുകൾ, നമ്മുടെ ഇമാജിനേറ്റീവ് ഡാറ്റയൊക്കെ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ റിസർച്ചിന് തൊട്ട് മുമ്പ് ലഭിക്കുന്ന ഒരു പ്രപ്പോസിഷൻ പോലെയാണ് ഇതെന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആണ്. ഒരു ഗൈഡിന് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നതിന് പ്രോപ്പർ ഡയറക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പോത്തിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഗിവൻ എ ഡെഫിനിറ്റ് പോയിന്റ് ഓഫ് എൻക്വയറി ഇറ്റ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഡയറക്റ്റ് ഇൻ വിച്ച് പ്രൊസീഡ് ആൻഡ് ഹെൽപ്പ് ടു ഡീലിമിറ്റ് ദ ഫീൽഡ് ഓഫ് എൻക്വയറി. അതായത് ഈ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്, ഹൈപ്പോത്തിസിസിൻ്റെ ഫോർമുലേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീഡ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ ഏത് ഫീൽഡിലാണ് നമ്മൾ എൻക്വയറി നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡീലിമിറ്റ് ചെയ്യാൻ, എത്രത്തോളം നമ്മൾ ഒരുപാട് പോയിന്റ് വരില്ല, എത്രത്തോളം വരണം എന്നൊക്കെ തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നതും ഇതിലൂടെ മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡ് റിസർച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡിസ്ക്രിമിനേഷൻ ഗാദറിംഗ് ഓഫ് ഡാറ്റ ഒന്നും അല്ലായിരിക്കും ഉണ്ടാവുക. ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഹൈപ്പോത്തിസിസിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി സോഴ്സസ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ തിയറിയാണ്. മെയിൻ സോഴ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് തിയറി എന്ന് പറയുന്നത്. ഇതാണ് ഒരു റിസർച്ചിന് ഡയറക്ഷൻസ് നൽകുന്നത്. അതുപോലെ ഒബ്സർവേഷൻ, ഒരാൾ ഒബ്സർവ് ചെയ്യണം, അതായത് ഒരു മാർക്കറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസും ഡിമാൻഡും ഒക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇവിടെ ഹൈപ്പോത്തിസൈസ് ചെയ്തിരിക്കുന്നത്, ഒരു പ്രൈസ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അനലോഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ സോഴ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ഇതൊരു കാഷ്വൽ ഒബ്സർവേഷൻ ആണ്, അതായത് ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ നടക്കുന്നതിനെയാണ് അനലോഗീസ് എന്ന് പറയുന്നത്. ഇൻറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റിസർച്ച് നടത്തുന്ന ആളുടെ പേഴ്സണൽ ലൈഫും എക്സ്പീരിയൻസും പേഴ്സണൽ ഡിറ്റർമിനേഷനും പെർസെപ്ഷൻസും കൺസെപ്ഷൻസും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈൻഡിങ്സ് ആൻഡ് സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഫൈൻഡിങ്സും സ്റ്റഡീസും ഒക്കെ വെച്ചിട്ടാണ് ആ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കൾച്ചർ എന്ന് പറയുന്നത്, ഈ ഹൈപ്പോത്തിസിസിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്, റിസർച്ചർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ സോഷ്യോളജി ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഒറിജിനേറ്റ് ചെയ്ത് വരുമ്പോൾ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പാർട്ട് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി അതിനെ എക്സാമിൻ ചെയ്യുന്ന റിസർച്ചർ വർക്ക് കണ്ടക്റ്റഡ് വിത്ത് വയലൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കാസ്റ്റ് ഹിഡൻ അല്ലെങ്കിൽ റിട്ടേൾഡ് വിത്ത് ഇനക്വാളിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ആണ്. അപ്പോൾ അതിനകത്തേക്ക് അത് ഇൻവോൾവ് ആവുന്നു. ഒരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ഗുഡ് ഹൈപ്പോത്തിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവണം, അതായത് എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാവണം. സ്പെസിഫിസിറ്റി, അതായത് സ്പെസിഫിക് ആയിരിക്കണം, അതായത് നമ്മുടെ ഏത് വേരിയബിൾസ് ആണോ അത് തമ്മിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ എല്ലാതും സ്പെസിഫൈഡ് ആയിരിക്കണം. ടെസ്റ്റബിലിറ്റി, അതായത് ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റബിൾ ആയിരിക്കണം. കാരണം ഒരു മോറൽ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ നോട്ട് ബി ഇൻ എ മോറൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് ടെസ്റ്റബിൾ ആയിരിക്കണം, അതായത് ഒരു എംപിരിക്കൽ എവിഡൻസ്ഡ് ടെസ്റ്റ് ടെക്നിക്കാണ്. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ടെക്നിക്സ് ഉണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം, സിംപ്ലിസിറ്റി ഉണ്ടാവണം. ഈ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സ് ഓഫ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്നാണ്. അതായത് രണ്ട് ടൈപ്സ് ഓഫ് എറേഴ്സ് വരാറുണ്ട്, അതായത് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഒരു നൾ ഹൈപ്പോത്തിസിസ് ആണ്, അതായത് വി മേ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് വെൻ നൾ ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ. അതുപോലെ തന്നെ ടൈപ്പ് 2 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ട്രൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ടൈപ്പ് 1 എറർ മീൻസ് റിജക്ഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. അതുപോലെ ടൈപ്പ് 2 എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ് ഷുഡ് ഹാവ് ബീൻ റിജക്റ്റഡ് എന്നാണ്. ഇനി റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി നമ്മൾ പറഞ്ഞു, അതായത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യണം, അതായത് ക്വാളിറ്റി ഓഫ് റിസർച്ച് മനസ്സിലാക്കണമെങ്കിൽ അത് റിലയബിളും വാലിഡും ആയിരിക്കണം. അതുപോലെ തന്നെ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ മെത്തേഡ്സ് പ്ലാൻ ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട്സ് റൈറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് നടത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്.